വേദന കടിച്ച് പിടിച്ച് ഞാൻ നിന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്ത്രീകൾക്കും നാളെ വരാൻ പാടില്ല. എനിക്കറിയാൻ പറ്റത്തില്ല. എന്നാലും 5 വർഷം ഞാൻ കൊണ്ടു നടന്നില്ല ഈ വേദന തിന്ന്. അതെ, ഏറ്റവും നല്ല വൈഡിക്കുന്നത്. ചേട്ടാ ശരി. ഫോട്ടോ ഒന്നും വരില്ല. ജാഷേട്ടാ കയറില്ല. രണ്ടാഴ്ച കഴിയുമ്പോൾ ചെന്ന് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞിരിക്കുവാണ്. ഇപ്പം എനിക്ക് കിടന്നാൽ നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റത്തുള്ളൂ. ചരിഞ്ഞ് കിടക്കുമ്പോഴും പുറത്ത് ചരിയാനും പറ്റത്തില്ല. വേദന, ശരിക്കും വേദന. അല്ല, പണ്ടത്തെക്കാളും മൂത്രം ഒഴിക്കുന്നിടത്തൊക്കെ എനിക്ക് ഇച്ചിരി ആശ്വാസമുണ്ട്. കാരണം മൂത്രം ഒഴിക്കുമ്പോൾ എനിക്ക് പറ്റത്തില്ല, ബ്ലഡല്ല പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് നല്ല മോചനം കിട്ടി. ഇച്ചിരി മോചനം കിട്ടി. വേദനയ്ക്ക് ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്. ഇപ്പം ഈ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ പിന്നെ ഒക്കെ വേദനയാണ് ഇപ്പം എനിക്ക്. പക്ഷെ എനിക്ക് നല്ല ആശയുണ്ട് കേട്ടോ. സംസാരിച്ചായിരുന്നു. പിന്നെ ന്യൂറോളജിയിലെ ഡോക്ടർ കണ്ടു. ഡോക്ടർ പിന്നെ കുറേ 3-4 വട്ടം MR സ്കാൻ ചെയ്തിട്ട് പിന്നെ മൂത്രത്തിലൂടെ എല്ലാം പരിശോധിച്ച് എല്ലാം ക്ലിയറാക്കി. ഇപ്പം കുഴപ്പമില്ല. ചെറിയൊരിത് കാണിക്കുന്നുണ്ട്. അതിന് മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ മാറുമെന്നും പറഞ്ഞു. അപ്പം ഇപ്പം എനിക്ക് വളരെ ആശയുണ്ട്. നല്ല 5 വർഷം കൊണ്ട് നടന്ന വേദന ഇപ്പം എനിക്ക് വളരെയേറെ പിന്നെ വേദന കുറവുണ്ട്. എനിക്ക് സംസാരിച്ച് എനിക്ക് മുന്നോട്ട് പോകണം. എൻ്റെ മോന് ഒരു ജോലി വേണം. കാരണം എൻ്റെ ജോലിയൊന്നും ഇല്ല. വീടെല്ലാം നമ്മൾ വാടകയ്ക്കെടുത്ത് താമസിക്കുമല്ലേ. വീടെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുവാണ്. അത് കാരണം ഞങ്ങൾക്ക് വീട് വെക്കണം. പിന്നെ എനിക്ക് പണിക്കൊന്നും പോകാൻ ശാരീരികമായി എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പണിക്കൊന്നിനും പോകാൻ പറ്റത്തില്ല എനിക്ക്. അതുകൊണ്ട് മോനാ എന്നെ നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മോന് ഒരു ജോലി വേണം. സർക്കാരിൽ നിന്ന് എൻ്റെ മോന് എനിക്കൊരു ജോലി വേണം. എനിക്ക് എന്നെ നോക്കുന്നത് എൻ്റെ മോനാ, അറിയാവോ. അതുകൊണ്ട് എനിക്ക് എൻ്റെ മോന് ഒരു ജോലി വേണം. മോൻ്റെ ജോലിയൊക്കെ ഇപ്പം പോയി. കാരണം എത്ര ദിവസം അതിൻ്റെ കൂടെ ആശുപത്രിയിലൊക്കെ നിന്നത് കൊണ്ടും ഇപ്പം പണിയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആശുപത്രിയിൽ നിന്ന് ഞാനിപ്പം വന്നതേ ഉള്ളൂ. എനിക്ക് എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ MP ഒക്കെ വന്നായിരുന്നു ആശുപത്രിയിൽ. MP ഒക്കെ വന്നു. എനിക്ക് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് നല്ല പിടിയില്ല. പിന്നെ വയനാട്ടിൽ നിന്ന് സന്തോഷ്
വന്നായിരുന്നു. വന്ന് എനിക്ക് അപ്പം എന്നെ സ്കാൻ ചെയ്യാനായിട്ട് കയറ്റുക. അപ്പം മൂത്രം പോകുന്നതിൻ്റെ അവിടെ തടസ്സം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കാണാൻ വന്നപ്പോൾ എന്നെ സ്കാൻ ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ്. എന്നെ കയ്യിലൊക്കെ പിടിച്ചു അങ്ങനെ നിൽക്കുവാണ്. എന്നാലും എനിക്ക് ഈ 5 വർഷം ചുമന്ന ഭാരം എനിക്കിപ്പോൾ ഇച്ചിരി കുറവുണ്ട്. റെസ്റ്റൊക്കെ എടുക്കും. എന്തോ നടപടി വേണം. കാരണം ഇന്ന് ഞാൻ ഈ വേദന അനുഭവിച്ചു. നാളെ പെണ്ണെന്ന് പറഞ്ഞ ഒരു സ്ത്രീകളും ഇത് അനുഭവിക്കാൻ പാടില്ല. പെണ്ണായിട്ട് ജനിച്ച ഒരു സ്ത്രീകളും ഈ വേദന ഇനി അനുഭവിക്കരുത്. കാരണം ഞാൻ അനുഭവിച്ച് നാളെ ഈ ദുരിതം മറ്റൊരു സ്ത്രീകൾക്കും ഉണ്ടാകാൻ പാടില്ല. കാരണം അതുപോലെ വേദന സഹിച്ചാൽ എനിക്ക് ഓർക്കാൻ പറ്റത്തില്ല. വേദന കടിച്ച് പിടിച്ച് ഞാൻ നിന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്ത്രീകൾക്കും നാളെ വരാൻ പാടില്ല. അതാ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സ്ത്രീകളായ നമ്മളെല്ലാവരും ഇത് ശ്രദ്ധിക്കണം. കാരണം ഓപ്പറേഷൻ കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം. എനിക്കറിയാൻ പറ്റത്തില്ല. എന്നാലും 5 വർഷം ഞാൻ കൊണ്ടു നടന്നില്ല ഈ വേദന തിന്ന്.